മനസ്സിലായി അവൾ എനിക്ക് ആരാന്ന്. ഇത്രയും നാള് നീ പറഞ്ഞതും ചെയ്തതും എല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ ഇത് I'll show you, അർജുൻ. ഈ മിത്ര ആരാന്ന് നിനക്ക് ശരിക്കും അറിയില്ല. അലകൃത, be prepared. നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്റെ കൃതിയുടെ നേരെ നിന്റെ ഒരു നോട്ടം പതിച്ച മിത്ര എന്താ വേണ്ടെന്ന് ഇരുത്തി ചിന്തിക്കാൻ ഈ അർജുൻ രവിശങ്കർ നിൽക്കില്ല. തീർത്ത് കളയണമെന്ന് വിചാരിച്ചാൽ തീർത്ത് കളഞ്ഞ്. നിന്നെ പോലെ ഡയലോഗടിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് പൊന്നുമോള് ചെല്ലാൻ നോക്കാം. ഞങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ, ആ പിശാചി പോയോ? ആ, അവളുടെ ഷോ കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങി അങ്ങ് പോയതേ ഉള്ളൂ. അവളുടെ ഷോയോ? അപ്പൊ നീ എന്താ എവിടെ കിടന്ന് കാണിച്ചേ? ഇതിന്റെ ചുരുക്കിൽ അവളെങ്ങാനും ഇത് പോയി വീട്ടിൽ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അത് അവള് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് അവളോടുള്ള വാശിക്ക് പറ്റിപ്പോയതല്ലേ? എടാ, പറ്റിപ്പോയതോ? ഒരു വാശിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ അജു ഇതൊക്കെ? നീ അല്ലുവിനെ പറ്റി ചിന്തിച്ചോ? അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റൂ? അത്രയും പേരുടെ മുമ്പിൽ വെച്ചാ നീ ചെയ്തത്. അത് ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല. അപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ഞാൻ. ഏത് സാഹചര്യത്തിലായാലും ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഇപ്പൊ കൃതിയുടെ അടുത്തേക്ക് ചെല്ല്. അവൾ ആകെ കരച്ചിലാ. കൃതി, നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? ഒന്നിങ്ങോട്ട് നോക്കിയേ. നീ കരയാ? എനിക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒന്നല്ല ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഇത് ചെയ്തില്ലെങ്കിൽ അവൾ ഇനിയും നിന്നെ പറ്റി എന്തെങ്കിലും പറയാന്ന് ഓർത്തിട്ടാണ് ഞാൻ. അജു പ്ലീസ്, ഈ സാഹചര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടല്ല. പക്ഷെ അമ്മ ഇത് ഏത് രീതിയിൽ എടുക്കും? മിത്ര അവൾ ഏത് രീതിയിലും സംസാരിക്കാൻ നിനക്കറിയാലോ. ഇത് എങ്ങനെയായിരിക്കും അമ്മയോട് പോയോട് പറയാൻ പോകുന്നത്? വേറെ ആരെന്നെ തെറ്റിദ്ധരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അമ്മ... കൃതി, എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. എന്റെ അമ്മ എന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഒന്നും ചെയ്യില്ല. എത്രയും പെട്ടെന്ന് ഞാനും എന്റെ അമ്മയും നിന്റെ വീട്ടിലേക്ക് വരാം. പറ്റുമെങ്കിൽ നിന്റെ ചേച്ചിയുടെ അബിയുടെയും കല്യാണത്തിന്റെ കൂടെ തന്നെ നമ്മളെ നടത്താം. അല്ലെങ്കിൽ അത് കഴിഞ്ഞ്. എന്തായാലും ഒന്നും ഞാൻ വെച്ച് താമസിപ്പിക്കില്ല. നീ പേടിക്കാതെ. ഇനി അധികം നേരം നീ ഇവിടെ നിൽക്കണ്ട. വാ, ഞാൻ കൊണ്ടാക്കാം. വേണ്ട ജു, ഞാൻ അബിയുടെ കൂടെ പൊക്കോളാം. കൃതി, എന്താടോ? ഒന്നും ഉണ്ടായിട്ടല്ല ജു. നീ ഇപ്പൊ വീട്ടിലേക്ക് അല്ലേ, അമ്മ വെയിറ്റ് ചെയ്യായിരിക്കും. പോയിട്ട് വാ. ഇവരൊക്കെ എവിടെ? ആ, മോള് വന്നു. എവിടെ പോയി കിടക്കാണ് നിങ്ങളൊക്കെ? എവിടെ ആന്റിയും പാപ്പയും? അത് മോളെ, ഹേമേച്ചിക്ക് പെട്ടെന്ന് തലകറക്കം വന്നു. അപ്പൊ തന്നെ രാഘവ് സർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അർജുൻ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. മോളിവിടെ എത്തുമ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ രാഘവ് സർ പറഞ്ഞു. നിങ്ങളിത് കുറെ നേരം ആയല്ലോ. മോളോ? ആരുടെ മോള്? കോൾ മീ മാഡം. സോറി, അർജുൻ മോനെ പോലെ എന്നാ വിചാരിച്ച്. സോറി മാഡം. മതി. ഈ വിവരം ആദ്യം ഞാൻ പപ്പയോട് പറയാം. ഓ, അല്ലെങ്കിൽ വേണ്ട, അത് പറഞ്ഞിട്ടും വലിയ പ്രയോജനമില്ല. ആന്റിയോട് പറഞ്ഞാലോ? വേണ്ട, ഇനി അതിന്റെ ഷോക്കിലെങ്ങാനും തട്ടിപ്പോയാലോ? എന്റെ അജുവിന് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഞാൻ കാരണമാണെന്ന്. അജുവിന്റെ അമ്മയെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ അമ്മയല്ലേ. അവൻ എന്റെ സ്വന്തം ആകുന്നവരെ അപ്പൊ പോണം. മിത്ര, നീ അജുനെ കണ്ടായിരുന്നോ? അവനെ അഭിയം വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ ആരെയും കണ്ടില്ല. മോളെ, ഹേമയ്ക്ക് തീരെ വയ്യ, സീരിയസ് ആണെന്നാ ഡോക്ടർ പറഞ്ഞേ. ഇപ്പോ ഹേമയ്ക്കൊരു സഹായത്തിന് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ഇവിടെ തന്നെ വേണം. ഹേമയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യേണ്ട കടമ നിനക്കുണ്ട്. പപ്പ ഒന്ന് പോയേ. രോഗികളെ ശുശ്രൂഷിക്കാൻ വല്ല ഹോം നേഴ്സിനെ വെക്കണം. ഇതിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന തന്നെ അജുവിനെ കാണിക്കാൻ വേണ്ടിട്ടാ. മിത്ര, നീ എന്താ ഇങ്ങനെ? നീ നിന്റെ അമ്മയെ പോലെ ആകുവാണോ? എന്തിനിപ്പ അവരുടെ കാര്യം പറയുന്നേ? ആരെയും പരിപാലിച്ച് എനിക്ക് ആരെയും നേടണ്ട. അല്ലാതെ നേടാൻ എനിക്കറിയാം. മിത്ര, നീ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. വേഗം പോവാൻ നോക്ക്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അജുവിന്റെ ജീവിതത്തിലേക്ക് നിന്നെ പോലൊരു പെണ്ണ് വന്നിട്ട് ഒരു കാര്യമില്ല. ഞാനായിട്ട് കൊണ്ടുവന്ന പ്രപ്പോസൽ അല്ലേ? ഞാൻ തന്നെ ഇത് വേണ്ടാന്ന് വെക്കാം. ഇത് നടക്കില്ല മിത്ര. അത് പപ്പയല്ല തീരുമാനിക്കുന്നത്. ഞാൻ എന്തെങ്കിലും കാര്യം ആശിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാനും എനിക്കറിയാം. അതിന് പപ്പയുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഇത് നടത്താതിരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നൊക്കെ നിങ്ങൾ അങ്ങ് ചെയ്യും. മിത്ര, നീ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്നാ എന്റെ കൈയുടെ ചൂട് നീ അറിയും. ചെറുപ്പത്തിലെ തല്ലി വളർത്താത്തതിന്റെയാ. ഇതെല്ലാം ഞാൻ അനുഭവിക്കണം. നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച് എനിക്ക് ഇത് തന്നെ കിട്ടണം.
വളർത്തിയ കഥയൊന്നും ഇവിടെ ആരും പറയണ്ട. എനിക്ക് നഷ്ടപ്പെട്ട ബാല്യം തിരിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് പറ്റോ? ഇല്ല. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ വാശി പിടിച്ച് നേടിയെടുത്തതാ. അതുപോലെ എന്റെ അജുവിനെ ഞാൻ നേടും. അതിന് ഏത് അച്ഛൻ വരെ പോകാനും ഞാൻ റെഡിയാ. വേണ്ടി വന്ന ഒരാളെ കൊല്ലാൻ പോലും. ഓ മിത്ര, എന്റെ കൺമുമ്പിൽ നിന്ന് ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. പപ്പ എന്നെ തല്ലിയല്ലേ? അല്ലെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ട സമയത്തൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് തല്ലുക പോലും. ഈ തല്ലുകൊണ്ടൊന്നും എന്റെ തീരുമാനങ്ങൾ മാറുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എക്സ്ക്യൂസ് മീ, ഹേമാരേഷന്റെ ബൈസ്റ്റാൻഡർ അല്ലേ? ഡോക്ടർ വിളിക്കുന്നുണ്ട് കേട്ടോ. ചെല്ല്, ഇതേ ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്കല്ലേലും സ്വന്തം കാര്യം നോക്കാൻ സമയമില്ലല്ലോ. മറ്റുള്ളവരുടെ കാര്യം നോക്കി നടന്നാ പോരെ. ഞാൻ പോകുക. ആ പിന്നെ അജു അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങ് പോയോളൂന്നേ പറയാവൂ. കേട്ടോ? പറയണം, അങ്ങനെ പറയാവൂ. നീ ഇന്ന് ഇവിടെ തന്നെ കുറ്റിയടിക്കാൻ തീരുമാനിച്ചോ? പോകുന്നില്ലെങ്കിൽ നീ നിന്റെ റൂമിൽ പോയി കിടക്ക്. എന്നിട്ട് ആ ഫോണൊന്നും ആടാ, അവള് വിളിക്കും. എടാ, നീ എന്തെങ്കിലും ഒന്ന് പറയാവോ? 2 ഫോൺ ഓഫ് ചെയ്ത് നീ എന്തിനാ കൈ വെച്ചേക്കുന്നേ? ആന്റിയോ മറ്റാരെങ്കിലും വിളിച്ചാൽ ഞാൻ മാനേജ് ചെയ്തോളാടാ. നീയോ കോളവാക്കി കൈ തരും. അതുകൊണ്ട് ഇത്ര നേരം ഫോൺ കയ്യിലോട്ട് തരാഞ്ഞത്. ഇനിയിപ്പോ സമയം ഇത്രയായില്ലേ, ഞാൻ എന്തായാലും ഇറങ്ങുവാ. എടാ, നീ ഇങ്ങനെ പേടിക്കല്ലേ. മിത്ര എങ്ങാനും ഇത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആന്റിയോ അല്ലെ രാഘവ സാറോ ഇപ്പൊ നിന്നെ ഇവിടെ തിരക്കി വരേണ്ട സമയം കഴിഞ്ഞു. ഒന്ന് പോയടാ. എനിക്ക് പേടിയുണ്ടായിട്ടല്ല, ശരിക്കും ടെൻഷൻ അടിച്ചിട്ടാ. അമ്മ എങ്ങാനും അറിഞ്ഞ, അല്ലെങ്കിൽ ഞാനിത് അമ്മയോട് എങ്ങനെ പറയും? ഓ, എല്ലാം കൂടെ ആലോചിച്ചിട്ടാണ്. ഇതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ പേടി എന്ന് പറയുന്നത്. എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണായിരുന്നു. ഓ, ഇത് നീ അപ്പൊ തൊട്ട് തുടങ്ങിയതല്ലേ? ആലോചിക്കണായിരുന്നു പറഞ്ഞ്. നീയാണ് ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്തേനെ? ഞാനായിരുന്നെങ്കിലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ പോലെ അവിടെ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു. എടാ, മിത്രയുടെ സംസാരം അത്രയ്ക്ക് ഓവറായിരുന്നു. അവളെ പറ്റി അത്രയും പറയുമ്പോ പിന്നെ ഞാൻ നോക്കി നിൽക്കണോ? മിനിമം ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഇതാണോ മിനിമം? ഇത് മാക്സിമം അല്ലേ? എന്തായാലും സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഇത് അത്രേ ഉള്ളൂ. നാളെ നീ പതിവ് പോലെ ആന്റിയെ സോപ്പിടുന്നു. അലങ്കൃതയുടെ കാര്യം ഒരു പ്രൊപ്പോസൽ പോലെ അവതരിപ്പിക്കുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയി അവളെ കാണുന്നു. ഹാപ്പി എൻഡിങ് അല്ലേ? ആയാ മതിയായിരുന്നു. നീ വെറുതെ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇന്നത്തെ ദിവസം കളയാതെ. ഇനി ഇതിൽ കൂടുതൽ എന്ത് കുളവാവനാ? ആദ്യമായിട്ടാണ് എന്റെ പിറന്നാൾ ഇത്രയും കുളവാകുന്നത്. അയ്യോ, നിന്റെ പിറന്നാളല്ലടാ പൊട്ട. ഇപ്പോഴും പായസം കുടിച്ചു നടക്കുന്ന വിചാരേ ഉള്ളൂ. അല്ലെങ്കിൽ കുറെ ഫയൽസും ബിസിനസ്സും. എടാ, നിനക്ക് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിലും മര്യാദക്ക് കാര്യം പറഞ്ഞൂടെ? അത് മോനെ അജു, ഒഫീഷ്യലായിട്ട് കെട്ടു നടന്നിരുന്നെങ്കിലേ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റാ. എന്ത് ചെയ്യാനാ? രണ്ടുപേർക്കും അക്കരെ അക്കരെ ഒന്ന് സ്വപ്നം കാണാനല്ലേ പറ്റൂ. എന്ത് ചെയ്യാനാ? വിധി അത്ര തന്നെ. ശവത്തി കുത്തലട പട്ടി. ഇന്നാ നിന്റെ ഫോൺ. നിന്റെ കാര്യമൊക്കെ നടക്കട്ടെ, ഞാൻ പോവാ. നീ പോവാണോ? അജു, നീ കരയണ്ട, എല്ലാം ഓക്കെ ആവും. ഓൾ ദി ബെസ്റ്റ് അടിയാ. ഓ, വരവ് വെച്ചിരിക്കുന്നു. ഗുഡ് നൈറ്റ്. ഇനിയെങ്കിലും ആ ഫോൺ ഒന്ന് ഓൺ ചെയ്യും. ഓക്കെ. ഒരുപാട് മിസ് കോൾ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഹേമ വെയിറ്റിംഗ് ആയിരിക്കും. അതെ, പിന്നെയും വിളിക്കുന്നുണ്ടല്ലോ. അല്ല, ഇത് മിത്രയാണല്ലോ. ഇവളെന്താ ഈ നേരത്ത്? ഇവളെ കൊണ്ട് ഇത് നിനക്കിഷ്ടമില്ലാത്തവരെ അവോയ്ഡ് ചെയ്യുമ്പോ നിനക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതുവരെ ഞാനിപ്പോ എൻജോയ് ചെയ്യുന്ന അജു. മിത്ര, നിനക്കെന്താ വട്ടായോ? മിത്ര, ഇന്ന് നടന്ന സംഭവം കൊണ്ട് തന്നെ നിനക്ക് മനസ്സിലാക്കിക്കൂടെ? എന്റെ മനസ്സിൽ ഓട്ടെ, എന്റെ ചിന്തയെ പോലും നീ ഇല്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് വളരെ മര്യാദയുടെ ഭാഷയെ പറയാ. പ്ലീസ്, ഞങ്ങളുടെ വഴിക്ക് വിട്. ഓക്കെ, ഞാൻ വെറുതെ വിടാം. നീ എന്റെ വഴിക്ക് വന്ന അവളെ. അല്ലെങ്കിൽ ഐ എം സോറി അർജുൻ, ഐ എം ഹെൽപ്ലെസ്. ഒന്ന് പോടി പുല്ലേ. നിന്നെ പോലൊരു തേർഡ് റേറ്റിന്റെ അടുത്ത് അടിയറ വെക്കാനുള്ളതല്ല എന്റെ ജീവനെയും ജീവിതത്തെ. അവളെ രക്ഷിക്കാൻ എനിക്ക് വേറെ ആരുടെ സഹായം വേണ്ട. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്യും. ഞാൻ ചെയ്ത് കഴിഞ്ഞു അജു. എവറിത്തിങ് ഷുഡ് ബി ഡൺ ഇൻ ലവ്. എന്നാ നീ ചെല്ല്, നീ പോയി രക്ഷിക്കുന്നില്ലേ കൃതിയെ. അവരിപ്പോ എവിടെ എത്തിക്കാണും. ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് നിന്റെ തീരുമാനം യെസ് ആണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടാം. അതിനെനിക്കൊരു ഫോൺ കോൾ മാത്രം മതി. അല്ലെങ്കിൽ യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. ഹലോ മിത്ര. ഓ ഡാം ഇറ്റ്.
മാഡം കൂടുതൽ ഒച്ചയും ബഹളമൊന്നും വേണ്ട. നാളെ തന്നെ ഈ ബാംഗ്ലൂർ വിട്ട് പൊക്കോണം. കുന്നുകളയാനാ ഓർഡർ. പക്ഷെ ഞാൻ മാഡത്തിന് ഒരു ഫേവർ ചെയ്യുവോ? കേട്ടല്ലോ, നാളെ തന്നെ. ഇവിടുന്ന് എപ്പോ പോണം വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എടാ, മാഡത്തിനോട് മര്യാദക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ വീട് പ്ലീസ്. ഡാ അജു, ഇവരെന്നെ കൃതി, നീ പേടിക്കാതെ, ഒന്നുമില്ല, ഞാനില്ലേ നിന്റെ കൂടെ. അജു, എടോ മാത്യു, തനിക്ക് നാണമില്ലേ? ആ മിത്രയുടെ വാക്കും കേട്ട് ഇവിടെ ഉപദ്രവിക്കാൻ വന്നിരിക്കുന്നു. തനിക്കും ഇല്ലടോ ഇത്രയും പ്രായമുള്ള ഒരു മോള്. ഇതിനുള്ള പണി തനിക്ക് ഞാൻ വൈകാതെ തന്നോളാം. എന്റെ അച്ഛന്റെ കൂടെ നടക്കുമ്പോഴേ തനിക്ക് അറിയാവുന്നതല്ലേ, അർജുൻ രവിശങ്കർ കൊണ്ടും കൊടുത്തും തന്നെ ഇവിടം വരെ എത്തിയത്. എന്റെ ചിരിച്ച മുഖം മാത്രമേ അവള് കണ്ടിട്ടുള്ളൂ. പോയി പറഞ്ഞേക്കാം അവളോട്. അത് മിത്ര മാഡം പറഞ്ഞപ്പോ ഇനി താനൊന്നും പറയണ്ട. എല്ലാത്തിനും തൂത്തുപറക്കിക്കൊണ്ട് പോവാൻ നോക്ക്. അജു, നീ ഇപ്പൊ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ. കൃതി, കരയല്ലേ? നിന്നെ വിട്ട് ഞാൻ വേറെ എവിടെ പോവാനാ? നിനക്ക് നല്ലപോലെ വേദനിച്ചോ? പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. നീ നല്ലപോലെ പേടിച്ചല്ലേ? പേടിക്കണ്ട, ഞാനിവിടെ ഇല്ലേ ഇപ്പോ. അജു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്ക്. ഞാൻ കുറച്ചു ദിവസം നാട്ടിൽ പൊക്കോട്ടെ? എനിക്ക് അച്ഛനെ കാണണം. എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കണം അജു, കുറച്ച് ദിവസത്തേക്കെങ്കിലും. കൃതി, അത് ശരിയാവില്ല. നീ ഇപ്പൊ മാറി നിന്നാ അവളെ പേടിച്ചിട്ട് മാറി നിൽക്കുന്നേ വിചാരിക്കൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അജു? കൃതി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എന്റെ അമ്മയ്ക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രപ്പോസൽ ഒന്ന് വീട്ടിൽ പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാ എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാം. ഞാനെന്നാ ഇറങ്ങട്ടെ, നീ കിടന്നോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. അജു, നീ പോവാണോ? വേണ്ട അജു, അവര് ദൂരത്തേക്കങ്ങ് പോവാൻ സാധ്യതയില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. പ്ലീസ്, നീ പോവല്ലേ. ഈ ദേഷ്യത്തിന് അവര് വേണമെങ്കിൽ നിന്നെ ഉപദ്രവിക്കും. നിനക്ക് എന്തെങ്കിലും പറ്റുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അജു. പോവല്ലേ പ്ലീസ്. മോളെ, നീ ഇങ്ങനെ കരയില്ലേ? ഞാനിന്ന് എവിടെയും പോകുന്നില്ല, ഓക്കേ? കൃതി, സംഭവിച്ചു എന്നോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ എന്തായാലും അമ്മയോട് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. നീ അതുവരെ വീട്ടിൽ പോയി നിന്നോ. അച്ഛനും അമ്മേനും ചേച്ചിയും ഒക്കെ കാണുമ്പോൾ നിനക്കൊരാശ്വാസം, ഈ പേടിയൊക്കെ മാറിക്കിട്ടും. അപ്പോഴേക്കും ഞാൻ അമ്മയും കൂട്ടി അങ്ങോട്ട് വരാം. കൃതി, മോളെ, നീ എന്തെങ്കിലും ഒന്ന് പറയ്. വീണ്ടും വീണ്ടും നിന്നോട് ഞാൻ തെറ്റാ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഈ സൈലൻസ് അതെനിക്ക് പറ്റുന്നില്ലടി. അജു, നീ എന്തൊക്കെയാ പറയുന്നേ? നീ എന്ത് തെറ്റിയതെന്നാ? അങ്ങനൊന്നും പറയല്ലേ, എനിക്ക് നിന്നെ മനസ്സിലാവും. നീ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പോവാ. എല്ലാം ഓക്കെ ആയിട്ട് നീ അങ്ങോട്ട് വാ. ഹലോ ഹേമ മാഡം, എവിടെ? അജു എത്തിയിട്ടോ? ഹാ, രാവിലെ നല്ലത് വയറു നിറച്ച് കേക്കാന്ന് വിചാരിച്ചപ്പോ ഇത് എവിടെ പോയി കിടക്കാ ഹേമ മാഡം? ഇവിടെ ഇല്ലേ? ആ, കുഞ്ഞ് വന്നു. കുഞ്ഞ് എവിടെയായിരുന്നു? ആ, മായാൻറ്റി, ഒരു കപ്പ് ചായ എടുക്കോ? അമ്മ എവിടെ? പൂജാമുറിയിലാ? അത് മോനെ, ഹേമേച്ചി തലകറങ്ങി വീണു. എന്ത്? അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഇന്നലെ രാഘവ് സാറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നായിരുന്നു തലകറങ്ങി വീണ്. ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലില്. എന്റെ അമ്മയ്ക്കതെന്താ? ആന്റി, ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങുവാ. ആ മോനെ. എവിടെയായിരുന്നു അജു നീ? എത്ര നേരം ഞാൻ നിന്നെ വിളിച്ചു. നിന്നോട് പറഞ്ഞല്ലേ നീ പോകുമ്പോഴേ ഫോൺ ഓണാക്കി വെക്കണോന്ന്? അബി, മതി, നിർത്ത്. നിനക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആദ്യം ഞാൻ അമ്മയെ ഒന്ന് കാണട്ടെ, എന്നിട്ടെല്ലാം ഞാൻ നിന്നോട് പറയാം. അജു, അമ്മ ഇപ്പൊ കാണാൻ പറ്റില്ല. എന്താ എന്റെ അബി, നീ ഒന്ന് തെളിച്ച് പറയാവോ? എന്താ എന്റെ അമ്മയ്ക്ക്? എടാ, അമ്മ CCUലാണിപ്പോ. നീ വന്ന ഉടനെ ഡോക്ടറെ ചെന്ന് കാണാൻ പറഞ്ഞു. നമ്മുടെ ശരത്തില്ലേ, അവനാ. ആ അജു, നീ ഇരിക്കടാ. ഇന്നലെ തൊട്ട് നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നീ എവിടെയായിരുന്നു?
എടാ ഇന്നലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുമല്ല എൻ്റെ ഫോൺ ഓഫായി പോയി. എടാ ആൻറ്റി കുറച്ച് നാളായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. 2 മാസം മുമ്പ് ആൻറ്റി ഇവിടെ ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നിരുന്നു. നിന്നോടിത് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ ആൻറ്റിയുടെ നിർബന്ധം കൊണ്ടാ പിന്നെ ഞാൻ. ഇപ്പോൾ ആൻറ്റിക്ക് മൈനർ അറ്റാക്കാണ് അജു. ഇനി ഒരെണ്ണം കൂടി ആൻറ്റി ചിലപ്പോൾ സർവൈവ് ചെയ്തൊന്നും വരില്ല. ട്രീറ്റ്മെൻ്റ് എല്ലാം നല്ലപോലെ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നിൻ്റെ കയ്യിലാണ്. നല്ല കെയർ വേണം ആൻറ്റിക്ക്. ടെൻഷൻ കൊടുക്കാതിരിക്കുക. പിന്നെ എന്നോട് പറഞ്ഞായിരുന്നു ഓഫീസിലേക്കൊന്നും പോകുന്നില്ല എന്ന്. ഇനി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. എന്നാലും അമ്മ ഇനി ഇതൊന്നും അറിയിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. എടാ നിനക്ക് തന്നെ അറിയാലോ ആൻറ്റിയുടെ സ്വഭാവം. എപ്പോഴും ആള് നല്ല ആക്റ്റീവാ. ഇനി നീ എങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ വെക്കുമെന്ന് ഓർത്തിട്ടായിരിക്കും നിന്നോട് പറയാൻ ഞാൻ. അതുമല്ല നിനക്കിപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷനുണ്ട്. ഇനി ഇതും കൂടെ ആയാൽ അതൊക്കെ കൊണ്ടാവും. ആയിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതായത് മെഡിസിൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കഴിക്കുക, ഡെയിലി എക്സസൈസ് ചെയ്യാൻ പറയണം. അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. എന്തായാലും ഒരു 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാം. ആടാ ഓക്കെ. പിന്നെ ഞാൻ അമ്മയെ ഒന്ന് കയറി കണ്ടോട്ടെ? അതിനെന്താ, പക്ഷെ നീ മാത്രം മതി. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. അമ്മ. ആ അജു. അമ്മേ ഇപ്പോൾ ഒന്നും പറയണ്ട, കിടന്നോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മോനെ, നിന്നെ തനിച്ചാക്കി പോവാൻ ഈ അമ്മയ്ക്ക് വയ്യടാ. അമ്മേ പ്ലീസ്. അത് അധികം നേരം ഇവിടെ നിൽക്കാൻ പാടില്ല എന്നാ പറഞ്ഞേ. നമുക്ക് പിന്നെ സംസാരിക്കാം. അജു, സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വന്ന് ഇവക്കൊരാളെ കൊല്ലാൻ പോലും മടിയില്ലേ? അജു, ഇനിയിപ്പോ എന്ത് വന്നാലും കൃതിയെ സേഫ് ആക്കണം. ആടാ ഞാനും ഇപ്പൊ അതന്നെ ആലോചിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസം അവളോട് വീട്ടിൽ ചെന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഹോസ്പിറ്റൽ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. എന്നിട്ട് എനിക്ക് മിത്രനെ വിശദമായിട്ടൊന്ന് കാണണം. അതെ, അത് ഞാനും ഉറപ്പിച്ചു കഴിഞ്ഞു. വേണ്ടാന്ന് വെക്കുമ്പോഴേ അവളെ തലേക്കറി നിരങ്ങുക. ഞാൻ എന്തായാലും കൃതിയെ ഒന്ന് വിളിക്കട്ടെ. എടാ അത് വേണ്ട, അവളിപ്പോ ഇങ്ങോട്ട് വരും. ഞാൻ വിവരം പറഞ്ഞപ്പോ അവൾക്ക് അമ്മേനെ കാണണമെന്ന് ഒരേ വാശി. അമ്മയെ കണ്ടിട്ട് അവളെ നാട്ടിലേക്ക് പോകാനിരിക്കുക. അപ്പോൾ നീ അവളെ ഒന്ന് എയർപോർട്ട് വരെ കൊണ്ടുവിട്. ഓക്കേടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് ശരി, എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ ഓഫീസിൽ പോവാണോ? ദേ ഡോക്ടർ പറഞ്ഞ കേട്ടല്ലോ, ഇനി എല്ലാം നിന്റെ കയ്യിലാണ്. എൻ്റെ എക്സ്പയറി ഒക്കെ കഴിയാറായി. ഹേമാ. ഹാ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേടാ. വീട്ടിൽ വന്നപ്പോഴേക്കാള് നല്ല ആക്റ്റീവ് ആയല്ലോ. പറ, എന്താ പറയാനുള്ളേ? അതെ, രാഘവേട്ടനിവിടെ പ്രപ്പോസലായിട്ട് വന്ന കാര്യമൊക്കെ നീ അറിഞ്ഞാണല്ലോ. സത്യം പറഞ്ഞാൽ മിത്രമായിട്ടുള്ളൊരു ബന്ധത്തിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ സ്വന്തം മകൻ്റെ മനസ്സറിയാത്തൊരു അമ്മയൊന്നും അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ? എന്ത് കാര്യങ്ങള്? എടാ പൊട്ട, നിന്റെ കല്യാണക്കാരിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? എങ്ങോട്ട് പോകണ്ടേന്ന്? എടാ അലങ്കൃതയുടെ വീട്ടിൽ പോകണ്ടെന്നാ ഞാൻ ചോദിക്കുന്നേ, പെണ്ണ് കാണാൻ. അങ്ങനെ നേരിട്ട് കണ്ടെത്തിയ സംസാരിച്ചിട്ടില്ലെങ്കിലും അഭി പറയുന്ന വെച്ച് എനിക്ക് മനസ്സിലായി നല്ല കുട്ടിയാന്ന്. ഹോസ്പിറ്റലിൽ അവൾ എന്നെ കാണാൻ വന്നിരുന്ന കാര്യമൊക്കെ അഭി എന്നോട് പറഞ്ഞു. നീ എന്നോട് ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാനെല്ലാം അറിയുന്നുണ്ട്. ഓ ആയിക്കോട്ടെ. എന്തായാലും നീ അവളുടെ ഒരു ഫോട്ടോ കാണിക്ക്, ഞാനും കൂടെ ഒന്ന് കാണട്ടടാ. വേണ്ട, അമ്മയുടെ മരുമോളെ അമ്മ നേരിട്ട് പെണ്ണ് കാണാൻ പോകുമ്പോ കണ്ടാ മതി. അല്ലെങ്കിൽ അത് വേണ്ട. എന്തായാലും എല്ലാം കാണിച്ചു തരുന്ന അബിയല്ലേ. അബിയുടെ കല്യാണത്തിന് നേരിട്ട് അമ്മ കണ്ടാവളെ. എന്തായാലും അബി കെട്ടാൻ പോകുന്ന അവളുടെ ചേച്ചിയല്ലേ. എടാ അതിനൊക്കെ ഇനി 2-3 മാസം എടുക്കില്ലേ? അല്ലെങ്കിൽ ഇതിന് 2-3 മാസം എടുക്കും. എനിക്ക് എന്റെ അമ്മായപ്പനോടൊക്കെ നല്ല സ്നേഹ. ഒരു കല്യാണം കഴിഞ്ഞ ഉടനെ എങ്ങനെ അമ്മ വേറൊരു കല്യാണം നടത്താ? ഓ, എന്താ ഒരു കരുതല്. അതല്ല, എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ? ഇപ്പൊ എന്റെ ഹേമ മാഡം കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഇതാരാ ഈ സമയത്ത്? ഹലോ അമ്മ, ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മയോ? ആരാ മനസ്സിലായില്ലല്ലോ. അലങ്കൃതയാണോ? ഇത് മിത്രയാ. അല്ല, അലങ്കൃത എപ്പോഴും അങ്ങോട്ട് വിളിക്കാറുണ്ടോ? ഓ ഇല്ല, പെട്ടെന്ന് തന്നെ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അലങ്കൃതയായിരിക്കുമെന്ന്. പിന്നെ നീ എന്നെ ആൻറ്റി എന്നല്ലേ വിളിക്കാറ്. അതിനെന്താ ആന്റി, കല്യാണം കഴിഞ്ഞ പിന്നെ ആന്റി എന്റെ സ്വന്തം അമ്മയെ പോലെയല്ലേ. മോളെ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. അവൻ നിന്നെ സ്വന്തം അനിയത്തിയെ പോലെ കാണുന്നേ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ ഈ പ്രൊപ്പോസലിൻ്റെ കാര്യം അവനോട് പറയും? അതുമല്ല
ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ അവൻ ഇനി സമയം വേണമെന്നാ പറയുന്നേ. സമയം എന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായ ആൻറ്റി. അലങ്കൃതയല്ലേ? അല്ലെങ്കിലും എല്ലാവരും ഉള്ള അവക്കൊന്നും ആരും ഇല്ലാത്തതിൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. സത്യം പറഞ്ഞാൽ അജുവേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആൻറ്റിയാണ്. കാരണം എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അമ്മയുടെ സ്നേഹം തിരിച്ചു തരാൻ ആൻറ്റിയെ കൊണ്ടേ പറ്റൂ. മോളെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. ഒരു കല്യാണം കഴിച്ചാൽ മാത്രമേ നീ എൻ്റെ മോളാവുള്ളൂ. ആൻറ്റിക്ക് അറിയോ, വർഷങ്ങളായിട്ട് അവനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ സ്നേഹത്തിലൊരു ആത്മാർത്ഥത കുറവുമില്ലായിരുന്നു. പക്ഷെ അവൻ ഇന്നലെ കണ്ട ആ അലങ്കൃതിക്ക് വേണ്ടി എന്നെ വെറും അനിയത്തിയാക്കി കളഞ്ഞില്ലേ. മോളെ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. നിങ്ങൾ കുഞ്ഞുനാൾ മുതലേ കളിച്ചു നടന്നവരല്ലേ. അവനങ്ങനെ മോളെ കണ്ടിട്ടില്ല. ആന്റിക്ക് ഇതെങ്ങനെ പറയാൻ പറ്റുന്നെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി സ്വന്തം വീട്ടുകാരെ വരെ ഉപേക്ഷിച്ച് വന്നതല്ലേ ആന്റി. എന്റെ സൈഡിൽ നിന്ന് ആന്റിക്ക് എന്താ ഒന്ന് ചിന്തിച്ച? ആന്റിക്ക് പോലും ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനി ആരുടെ മുമ്പിലും കരയാൻ ഞാനില്ല. ബൈ ആന്റി. ഹലോ ഹലോ മോളെ മിത്ര. അമ്മേ, അമ്മേ. ആ അജു. എന്താണ്, വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഏയ് ഒന്നുമില്ലടാ, ഞാൻ വെറുതെ. അമ്മ, മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. വാ, നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് വരാം. എൻ്റെ അജു, നീ ഇങ്ങനെ തുടങ്ങല്ലേ. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് അച്ഛനെ അമ്മേനെയൊക്കെ ഓർമ്മ വന്നു. ഈ ചേച്ചിയും ഏട്ടനും ഒക്കെ ഇപ്പം എങ്ങനെയായിരിക്കും? എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കും. ആർക്കും എന്നെ ഓർക്കാൻ കൂടി ഇഷ്ടമുണ്ടാവില്ല. അജു, നിനക്കൊരു കാര്യം അറിയോ? പണ്ട് ഇച്ചേച്ചിക്ക് അപ്പച്ചിയുടെ കൂടെ ഡൽഹി പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരാഴ്ച തികയുന്നതിന് മുന്നേ അച്ഛനെ വിളിപ്പിച്ചു. എന്നെ കാണാതെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രേ. അങ്ങനെയുള്ള ഇച്ചേച്ചി ഞങ്ങളിപ്പോൾ നേരിട്ട് കണ്ടിട്ട് 26 വർഷമായി. അമ്മേ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ ആലോചിക്കുന്നേ? എനിക്കെന്തോ അവരെയൊക്കെ വല്ലാണ്ട് കാണാൻ തോന്നുവാടാ. ചിലപ്പോൾ ഇനി എനിക്കതിന് പറ്റിയില്ലെങ്കിലോ? ഓഫ്, എൻ്റെ അമ്മേ. കഴിഞ്ഞോ? ദൂരെയുള്ളവരെയൊക്കെ പറ്റി ആലോചിച്ചു കഴിഞ്ഞെങ്കിൽ എന്നെ പറ്റി ആലോചിക്കേ. ഞാൻ ഓഫീസിൽ പോയി വന്നിട്ട് എത്ര നേരമായെന്നറിയാവോ? ഒന്ന് വാ മിസ്റ്റർ, എനിക്ക് വിശന്നിട്ട് വയ്യ. അമ്മ, അമ്മ മരുന്ന് കഴിച്ചോ? ഓ, അതൊക്കെ കഴിച്ചു. എൻ്റെ അജു, നിനക്ക് എന്നോട് വേറെ ഒന്നും ചോദിക്കാനില്ലേ? അതൊക്കെ പോട്ടെ, നിന്റെ അല്ലു വിളിച്ചില്ലേടാ? അയ്യടാ, അല്ലോ, അമ്മയ്ക്കും കിട്ടിയ ഈ പേര്. ഓ, അവളെ വീട്ടിൽ വിളിക്കുന്ന അങ്ങനെയല്ലേ? എന്നോട് അഭി പറഞ്ഞായിരുന്നു. ഓ, ഇവനെ കൊണ്ട്. എന്താടാ? അമ്മ അത് വിട്, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാ വന്നേ. എന്താടാ കാര്യം? നീ ചോദിക്ക്. അമ്മ, അമ്മ എപ്പോഴും അമ്മയുടെ റിലേറ്റീവ്സിനെ പറ്റി പറയാറില്ലേ? അപ്പൊ അച്ഛന്റെ വീടും വീട്ടുകാരും അവരൊക്കെ എവിടെയാ? എടാ, അച്ഛൻ എന്നെ കാണുന്നവരെ അച്ഛൻ്റെ പേര് മാത്രമേ സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹരിയേട്ടനും. ഹരിയേട്ടൻ്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു രവിയേട്ടൻ. അനാഥാലയത്തിൽ ജനിച്ചു വളർന്ന രവിയേട്ടൻ ഒരു ജോലി കിട്ടിയതിന് ശേഷം ഏട്ടൻ്റെ നിർബന്ധത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വാടക വീട്ടിൽ വന്ന് താമസം തുടങ്ങി. പിന്നെ വീട്ടിലെല്ലാവർക്കും ഏട്ടനെ ഭയങ്കര കാര്യമായിരുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പ് പറഞ്ഞപ്പോൾ അതൊക്കെ പോയി. ഹരിയേട്ടന് മാത്രം ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോഴാണ് ജാതകം വില്ലനായത്. എനിക്ക് ഈ പറയുന്ന ജാതകത്തിലൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. അതുകൊണ്ട് രവിയേട്ടന് എന്തെങ്കിലും പറ്റുമെന്നോർത്ത് ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ നോക്കി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും രവിയേട്ടനെ മറക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല. അത് കാരണം പിന്നെ വേറൊന്നും നോക്കിയില്ല. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. ആഹാ, നല്ല അടിപൊളി ലവ് സ്റ്റോറി. സിനിമയെ കേൾക്കാൻ പറ്റൂ ഇതുപോലെയൊക്കെ? ഒന്ന് പോടാ. ആ അമ്മ, ഒരു ഇമ്പോർട്ടൻറ്റ് കോളാ, ഞാനിപ്പോൾ വരാവേ. അമ്മ, ഉറങ്ങിയോ? ഇല്ലടാ, നീയല്ലേ പറഞ്ഞ ഇപ്പോൾ വരാന്ന്. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങാനാ? അമ്മ, അരവിന്ദ് സാറിൻ്റെ PA വിളിച്ചേ. ഒരു ബിസിനസ് മീറ്റ് ഉണ്ടെന്ന് ദുബായിൽ വെച്ച്. അപ്പോൾ ഒരു 1 വീക്ക് എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരും. ഞാൻ അബിയുടെ അമ്മയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയാം. അതാകുമ്പോൾ അമ്മയ്ക്ക് ഒരു കൂട്ടാവുമല്ലോ. അതൊന്നും വേണ്ടടാ. അവൾ കല്യാണ തിരക്കിലൊക്കെ ആയിരിക്കും. ഇവിടെ മായൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരാഴ്ചത്തെ കാര്യമല്ലേ, അത് ഞാൻ മാനേജ് ചെയ്തോളാം.
നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഹലോ, എടാ നീ എവിടെയാ? ആന്റി ടെൻഷൻ ആക്കണ്ടെന്നോർത്താ ഞാൻ കൂടുതലൊന്നും ചോദിക്കാഞ്ഞ്. ദുബായിൽ എന്ത് ബിസിനസ് ട്രിപ്പ് എന്നാ നീ പറയുന്നേ? അവിടെ നിനക്ക് പോകാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ പോയത്. എടാ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, എൻ്റെ അമ്മയുടെ നാട്ടിൽ.